ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 4 മാങ്ങ എടുത്തിട്ട് തൊലിക്കൊന്ന് കളഞ്ഞ് വരാം. അപ്പോൾ ഈ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കടുമാങ്ങ കേട്ടോ. എൻ്റെ കോഴിക്കോട്ടന്മാൻ്റെ കടുമാങ്ങയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നീളത്തിലാണ് മാങ്ങ മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു ശർക്കരൻ്റെ 3/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാങ്ങൻ്റെ അണ്ടി 2 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കടുമാങ്ങത്തെ മാങ്ങൻ്റെ അണ്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരുപാട് സാധനമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മാങ്ങ മൂടത്തക്ക രീതിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചിങ്ങനെ ഗ്രേവിയോട് കൂടിയാണ് വേണ്ടത് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്ര ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി മൂടി വെച്ചിട്ട് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. നമ്മൾ ശർക്കരയൊക്കെ ഉരുകി വരുന്നുണ്ട്. ഇത് കഴിക്കാൻ അതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ മൂടി വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ച് പിന്നെ ശർക്കരയൊക്കെ ഉരുകി വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങ ഒന്നിങ്ങനെ അലിഞ്ഞൊരു പോലെ ആവണം കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ വറ്റിയിട്ട് വരട്ടെ. നിങ്ങൾക്ക് ഇതിലേറെ ഒന്നും കൂടിയും കുറുകി കിട്ടണമെങ്കിൽ കുറച്ച് നേരം കൂടിയും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ വറ്റി ഞാൻ ഇങ്ങനെ ഒരു പെരന്നാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറവിടാൻ വേണ്ടി എനിക്ക് ഫോൺ കിട്ടിയില്ല കേട്ടോ. അത് ചിക്കും അതും കൊണ്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കടുകും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് താളിച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ സാദാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.